ഞാൻ കരുതി സാന്ദ്രയ്ക്ക് വരാൻ കഴിയില്ലെന്ന്. ഭാഗ്യത്തിന് മാമാട്ടി നല്ല ഉറക്കം പിടിച്ചു. പ്രണയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ദൈവങ്ങളോടുള്ള എന്റെ പ്രാർത്ഥന മാമാട്ടി ഇപ്പോഴൊന്നും ഉണരല്ലേന്ന്. ദൈവം എന്തായാലും അത് കേട്ടു. ആദ്യ രാത്രികളിൽ മണിയർ ഒരുക്കുമ്പോ എന്തിനാ പഴമക്കാർ മുല്ലപ്പൂ വിതറുന്നെന്നറിയാമോ? പറയേ. ഈ മുല്ലപ്പൂവിന് പ്രണയത്തിന്റെ സുഗന്ധമാ. ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണമായത്. എവിടെ പോയി അമ്മേ? എന്താടി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലേ? സമ്മതിക്കത്തില്ല. എന്റെ അമ്മയെ കിട്ടാതെ ഞാൻ ആരും ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്താ എന്താ കാര്യം? എന്റെ അമ്മ എവിടെ? അമ്മ ഇവിടെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എനിക്ക് ഇപ്പൊ കാണണം എന്റെ അമ്മ. അമ്മേ, ഓ കൊള്ളാം കാര്യങ്ങൾ. ഈ വീട്ടിൽ ഒരു ഈച്ച പോലും അറിയാതെ മണിയറ ഒരുക്കിയിരിക്കുന്നു. പക്ഷെ കഷ്ടം, ഫസ്റ്റ് നൈറ്റ് അതിൽ ആഘോഷിക്കാൻ യോഗമില്ലാതെ പോയി. ഈ കൊച്ചു ഞങ്ങളെ കിടത്തി ഉറക്കുന്നില്ല. ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കുക. മോൾ എപ്പോഴാ ഉണർന്നത്? ഞാൻ എപ്പോഴും ഉണർന്നു. എവിടെയൊക്കെ അമ്മയെ തിരക്കി. അങ്കിളെ, ഇത് ശരിയായില്ല. എന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയത്. ഇനിയിപ്പോ അങ്കിളൊരു കാര്യം ചെയ്യും. അങ്കിള് താഴത്തെ മുറി കിടന്നോ, ഞങ്ങള് മുകളിലത്തെ മുറി കിടന്നോളാം. പ്ലീസ് അങ്കിൾ, രാത്രി വന്ന് അമ്മയെ കട്ടോണ്ട് പോവല്ലേ. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ. വാ അമ്മേ, പോവാം. അങ്കിള് പോയി കിടന്നു. അങ്കിളെ, ഉറക്കം കളയണ്ട. ഉറക്കൊഴിയല്ലേ. അങ്കിളെ, എനിക്കങ്കിളെ ചായ കൊണ്ടുവച്ചിരിക്കുന്നു. സമയം എന്തായിരുന്ന വിചാരം? ഡോക്ടർ അങ്കിള് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അമ്മ കുളിക്കുക. ചായ എടുത്ത് കുടിക്കേ. വാ അങ്കിളെ, വാ, എണീക്ക് അങ്കിളെ. ഇതെവിടെന്നാ മാമാട്ടിക്ക് ചായ കിട്ടിയത്? അതാണ് മാമാട്ടി. അത്യാവശ്യം കുക്കിംഗ് ഒക്കെ മാമാട്ടിക്ക് അറിയാം. ആണോ? പ്രത്യേകിച്ച് ചായയുടെ. അല്ല, മാമാട്ടി എപ്പോഴാ എഴുന്നേറ്റത്? ഞാൻ ഉറങ്ങിയിട്ട് വേണ്ടേ എണീക്കാൻ. ഈ അങ്കിളെങ്ങാനും വന്ന് അമ്മേനെ വീണ്ടും എടുത്തോണ്ട് പോയാലോ എന്ന് കരുതി ഞാൻ ഉറങ്ങിയില്ല. എന്തോ? അല്ല അങ്കിളെ, താഴെ ഒരു കൊടവാറിനൊപ്പം പോയിരിക്കുന്നില്ലേ, സാന്റാക്ലോസേ.
എന്നെ അമ്മേ ആ സാന്റാക്ലോസ് അപ്പം പിടിച്ച് വിഴുങ്ങില്ലേ? ഏയ്, ആ അപ്പൂപ്പൻ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. പിന്നെന്താ അപ്പൂപ്പന്റെ വയറിത്രയും വീർത്തിരിക്കുന്നെ? ആ, അതെന്താന്നറിയോ? ഈ പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിക്കുന്നോണ്ടാ. കോഴി വയറിനകത്ത് കിടന്ന് കൂന്നോണ്ടാ വയറ് വീർത്ത് വീർത്ത് വരുന്നത്. മനസ്സിലായോ? രണ്ടുപേരും ഒന്ന് വേഗം റെഡിയായിക്കേ, ജോലിക്ക് പോണ്ടേ. വേഗം റെഡിയാവ്. എന്റെ പൊന്ന് സബ് കളക്ടറെ, ഇതൊരു 1.5 മുതല് തന്നെയാ. അങ്കിളൊരു 1.5 മുതല് തന്നെയാ. ഏയ്. വരുന്ന വഴിക്ക് എന്തൊരു തിരക്കായിരുന്നു. ഏട്ടനെ ആ ദിവാകര പണിക്കർ അന്വേഷിച്ചായിരുന്നു. കുറച്ചു കാലമായി അങ്ങോട്ട് പോയിട്ട്. അച്ഛാ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഈ നാട്ടുനടപ്പൊന്നും ശീലമില്ല. എന്റെ ഭാഗത്തുനിന്ന് വല്ല ബഹുമാനക്കുറവും വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാൽ ഞാൻ തിരുത്തിക്കോളാം. നിങ്ങളൊക്കെ എന്നെ കണ്ട് മുഖം തിരിക്കുമ്പോൾ എന്നെ വെറുപ്പാണോ എന്നൊരു സംശയം. എന്നെ വെറുക്കരുത്. നിങ്ങളുടെയൊക്കെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കേണ്ടവളാ ഞാൻ. അച്ഛാ, ഞാനൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാ. അറിയാലോ എന്റെ കുടുംബത്തെ പറ്റി. അച്ഛന്റെ സഹോദരി ഭർത്താവിന്റെ ഓഫീസിലെ ജീവനക്കാരനായിരുന്നു എന്റെ അച്ഛൻ. സബ് കളക്ടറായി ചാർജ് എടുത്തപ്പോൾ ആദ്യം ചെയ്തത് SM ഇൻഡസ്ട്രീസിന് നേരെ വാളോകുകയായിരുന്നല്ലോ. അത് ഒഫീഷ്യൽ അല്ലേ അച്ഛാ? നിയമവിരുദ്ധമായിട്ടായിരുന്നു ആ കെട്ടിടം അവിടെ നിർമ്മിച്ചിരുന്നത്. ഞാൻ എന്റെ ചുമതല നിർവഹിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ വീട്ടിൽ ഞാൻ അച്ഛന്റെ മരുമകളാ. ആ നിലയ്ക്ക് ഞാൻ പെരുമാറൂ. നിങ്ങളും എന്നെ അങ്ങനെ കാണാവൂ. കാര്യമൊക്കെ കൊള്ളാം. അവൻ ഞങ്ങളെ ധിക്കരിച്ചാണ് നിന്നെ വിവാഹം കഴിച്ചതെങ്കിലും നിന്നെ ഞങ്ങൾ മരുമകളായിട്ട് അംഗീകരിക്കും. ഞങ്ങളുടെ മകന്റെ ഭാര്യയായി പോയില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടക്കേട് ഒന്നേ ഉള്ളൂ, ആ കുട്ടി മാമാട്ടി. അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മാനക്കേടാ. ഞങ്ങളുടെ മകൻ കെട്ടിയ പെണ്ണിന് ഒരു കുഞ്ഞുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കില്ലേ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അമ്മയോട് ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞതാ ആ കുട്ടിയെ നിങ്ങളോടൊപ്പം ഇങ്ങോട്ട് പറഞ്ഞയക്കരുതെന്ന്. എന്നിട്ടോ ആദ്യം വന്നിറങ്ങിയതാ കുട്ടി. ശകുനമോ ദുശകുനം. ഭദ്രദീപം കെട്ടു. അതിന്റെ അർത്ഥം ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നവനായി പത്മനാഭൻ. അതിനെ വല്ല ഓർഫണേജിലും കൊണ്ടാക്കുന്നതാ ഉചിതം. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അമ്മേ, ചായ കേട്ടോ? ആ, ഇട്ടു. ആ ചമ്മന്തി ഒന്ന് എടുത്തു വെച്ചേരെ. ഹായ് ദോശ. ആര് പറഞ്ഞിട്ട് ദോശ എടുത്ത് കഴിക്കാൻ? വിശന്നിട്ടോ? ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് നിന്റെ അമ്മ ഒന്ന് ഉണ്ടാക്കി തരും. പോടി. ഈ ദോശ ഞാൻ കഴിച്ചോട്ടെ? വേണ്ട, അവിടെ വച്ചിലെ ചട്ടും കൊണ്ട് അടിക്കുന്നില്ല ഞാൻ. വന്നിരിക്കുന്നു ദോശ തിന്നെ.
ഫോണിൽ ഇങ്ങനെ കളിക്കല്ലേ. കോള് വേറെ എവിടെങ്കിലും ഒക്കെ പോവും. ഇല്ല അമ്മേ, ഞാൻ വീഡിയോ ഗെയിം കളിക്കുക. അമ്മ എന്ന് വേഗം ഒരുങ്ങ്, ഒരുപാട് ജോലി പെൻഡിങ്ങില്ല. അങ്കിളെ, ഈ അമ്മ ഭയങ്കര ഉഴപ്പാ, പ്രത്യേകിച്ച് അങ്കിളിനെ കണ്ടതിന് ശേഷം. ആണോ? അതെന്താണാവോ? എത്ര ഫയലുകളാ അമ്മ ഒപ്പിടേണ്ടത്? ഞാൻ ഒപ്പിടാന്ന് വെച്ചാ എനിക്ക് ഒപ്പിടാൻ അറിയത്തുമില്ല. പഠിച്ച് വേഗം ഒരു സബ് കളക്ടർ ആവ്, അപ്പൊ ഒപ്പിടാലോ. അതിന് ഈ അമ്മ സമ്മതിക്കണ്ടേ? എന്നെ സ്കൂളിൽ പോലും ചേർക്കുന്നില്ല. ഞാനിപ്പോ തന്നെ മലയാളം ഇംഗ്ലീഷൊക്കെ പഠിച്ചതേ TV കണ്ടിട്ടാ. അതെ, മോൾക്ക് ശത്രുക്കളുള്ളതുകൊണ്ടല്ലേ പഠിപ്പിക്കാൻ വിടാത്തത്. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. എന്റെ പല്ലിന് ഭയങ്കര മൂർച്ചയാ. എന്നെ പിടിക്കുന്നവർക്കിട്ട് നല്ല കടി കൊടുക്കും ഞാൻ. ആഹാ. ബാ, പിടിക്കാം. ഇപ്പൊ അമ്മയുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്യുന്നത്. ആഹാ. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പേര് ദോഷമൊന്നുമില്ല. മാമാട്ടിക്ക് കളക്ടർ ആവാനാണോ ഡോക്ടർ ആവാനാണോ ഇഷ്ടം? കളക്ടർ ആവാൻ. അതെന്താ? എന്നാലല്ലേ കളക്ടറിന്റെ ഗമ കണ്ടിട്ട് ഏതെങ്കിലും ഡോക്ടർമാരൊന്ന് കെട്ടിക്കൊണ്ടു പോകൂ. അമ്മ അങ്കിള് കെട്ടിയതുപോലെ. അതെ, ഞാനിപ്പോ മോളുടെ ഒരു പെർമിഷന് വേണ്ടിട്ടാ വന്നത്. അതെന്താ? ഞാനും അമ്മയും കൂടി ഹണിമൂൺ ട്രിപ്പിന് പൊയ്ക്കോട്ടേന്ന്. പെർമിഷൻ തരേണ്ടത് മാമാട്ടിയല്ലേ? ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കൊള്ളാം, പക്ഷേ ഞാനും കൂടെ ഉണ്ടാവും. ഞാൻ ഉറങ്ങുമ്പോ അമ്മ എടുത്തോണ്ട് പോയി വല്ല കൊക്കയില് വിട്ടാലോ? നിന്റെ ഒരു കാര്യം. അമ്മ, ഈ ഉടുപ്പ് മതിയോ? ഇത് മതി, ഇത് മതി. ഞാനേ വേറൊരു ഉടുപ്പിട്ടോണ്ട് വന്നാലോ? ഞാനിപ്പോ വരാമേ. സാന്ദ്ര, ഞാനേ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നമുക്കൊരു ട്രിപ്പ് പോവാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫോൺ ചെയ്ത് ചോദിക്കുക എവിടേക്കാ ഹണിമൂൺ ട്രിപ്പ് എന്ന്. പോവാം, പക്ഷേ മാമാട്ടിയും കൂടെ വേണം. അവളെ വേറെ എവിടെ ആക്കിയിട്ട് പോവാനാ സഞ്ജയ്? അറിയാലോ അവളുടെ കാര്യങ്ങളൊക്കെ. എന്താ സാന്ദ്ര താനിങ്ങനെ? നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാ. ചുമ്മാ ലൈഫിൽ ഒരു പ്രൈവസി ഇല്ലാതെ. എനിക്ക് മനസ്സിലാവും സഞ്ജയ്. എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയുടെ കടമകളിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോ ഒരു 5 വർഷം പുറകോട്ട് ചിന്തിക്കുക. നമ്മൾ അന്ന് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവള് നമ്മുടെ സ്വന്തം മകളായേനെ. അപ്പോ ഇവളുടെ കുസൃതികളും പിടിവാശികളും ശല്യമെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കില്ല. സഞ്ജയോട് എനിക്ക് ഒരു അപേക്ഷയുള്ളൂ. സഞ്ജയ് മനസ്സുകൊണ്ട് അങ്ങനെ മാറണം. അപ്പോ ഇവിടെ നമ്മുടെ മൂത്ത മകളും ഇനി ജനിക്കുന്നവർ ഇളയ കുഞ്ഞുങ്ങളുമായുള്ളൊരു ദാമ്പത്യം. ഇനി ജനിക്കാനിരിക്കുന്നവരും ഈ മോളും നമ്മളോടൊപ്പം ഈ ബെഡിലായിരിക്കും ഉറങ്ങുന്നത്. ചിലതൊക്കെ നേടുമ്പോ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. എന്റെ മനസ്സിൽ ഞാൻ നേരത്തെ വിവാഹിതയായവളും സഞ്ജയുടെ മനസ്സിൽ ഞാൻ ഇന്നലെ വിവാഹിതയായവളുമാണ്. അതാ പ്രശ്നം. എന്താ സഞ്ജയ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. മാമാട്ടിയെ പൂർണ്ണമായും സ്വന്തം മകളായിട്ട് നീ കരുതുമ്പോ എന്റെ മനസ്സിൽ അങ്ങനെയല്ല എന്നൊരു തോന്നൽ. എന്താണെന്നറിയോ? നാളെ മോളെ തേടി ഒരാൾ വന്നാൽ വന്നയാൾ അവളുടെ രക്ഷിതാവാണെന്നറിഞ്ഞാൽ നിന്റെ ഈ ചിരിച്ച മുഖം ഇങ്ങനെ ഉണ്ടാവുമോ? കൊടുക്കോ നീ അവർക്ക്? വരില്ല. എന്റെ മനസ്സ് പൂർണ്ണമായും പറയുന്നു, അവളെ തേടി ഇനി ആരും വരില്ല. മോളെ തട്ടിക്കൊണ്ടുപോയ ആ മീൻകാരി ഉണ്ടല്ലോ, അതൊരു പക്ഷേ അവളുടെ അച്ഛനും അമ്മയാണെങ്കിലോ? സ്വന്തം മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് എപ്പോഴേ വരാമായിരുന്നു എല്ലാ രേഖകളുമായിട്ട്. അവർക്ക് പിന്നിൽ മറ്റെന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്. നോക്ക് സഞ്ജയ്, എന്റെ കൂടെ മാമാട്ടി ഉള്ളപ്പോ അവരുടെ ഒന്നും ഒരു പദ്ധതി നടക്കാൻ പോകുന്നില്ല.
ഒരു കാര്യം സഞ്ജയ് മനസ്സിലാക്കണം. എന്റെ പ്രവൃത്തികൾ തെറ്റാണെന്ന് സഞ്ജയ്ക്ക് തോന്നിയേക്കാം. എല്ലാ നന്മകളും എന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാ ഞാൻ അവളെ വളർത്തുന്നത്. നാളെ സഞ്ജയ് പോലും എന്നെ ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കും. അമ്മേ ദേ മോള് വരുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. അമ്മേ ഇതിട്ടാലോ? വേണ്ട മോളെ, നമുക്ക് പോവാം. താഴെ ബാലുവെങ്കിൽ വന്നിട്ടുണ്ട്. വാ വാ പോവാം, വാ അമ്മേ. സഞ്ജയോ വാ. കല്യാണത്തിന് മാമിയും മാമനും വരാതിരുന്ന മോശമായി പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും മുങ്ങിയത് ശരിയായില്ല. അതിലൊക്കെ ചില കാരണങ്ങളുണ്ടെന്ന് കരുതിക്കോ. എല്ലാം വഴിയെ മനസ്സിലാവും. അല്ല, നിങ്ങളെ കുറ്റം പറയാനും ഞാനാളല്ല. എന്റെ വീട്ടിൽ നിന്നും ആരും പങ്കെടുത്തില്ലല്ലോ. വിവാഹത്തെക്കുറിച്ച് സഞ്ജയുടെ മാതാപിതാക്കൾക്കും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ടാ അവരും വരാതിരുന്നത്. അതുപോലെ എനിക്കും നന്ദേട്ടനും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കരുതിക്കോ. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് എന്താ കാര്യം? സഞ്ജയുടെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. എങ്ങനെയും പറഞ്ഞ് സാന്ദ്രയെ മനസ്സിലാക്കിച്ച് ആ മാമാട്ടി ഒന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആഹാ, ആ ദേ, സഞ്ജയോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്താ മോനെ, ഒരു മുന്നറിയിപ്പില്ലാതെ? അങ്ങനെയാ വേണ്ടത്. മുൻകൂട്ടി അറിയിച്ച മരുമകനെ സൽക്കരിക്കാൻ അമ്മ കഷ്ടപ്പെടും. ഇല്ലാത്ത സാധനങ്ങൾ ഒപ്പിച്ച് സദ്യ ഉണ്ടാക്കാൻ മെനക്കെടും. അറിയിക്കാതെയാണെങ്കിൽ ഒരു ചായയിലോ ഒരു ലൈം ജ്യൂസിലോ തീരാവുന്നതേ ഉള്ളൂ. സാന്ദ്ര വന്നില്ലേ? സാന്ദ്ര ഓഫീസിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഇതുവഴി വന്നേ ഉള്ളൂ. കുറച്ചു ദിവസം ലീവ് എടുക്കാൻ അവളോട് പറയായിരുന്നില്ലേ? അതൊന്നും വേണ്ടമ്മേ. ലീവ് എടുക്കാൻ പറ്റാത്ത ജോലിയാ ഞങ്ങൾ രണ്ടുപേരുടെയും. സാന്ദ്രയ്ക്കാണെങ്കിൽ ഒരുപാട് ഫയൽസ് പെൻഡിങ് ഉണ്ട്. മുകളിൽ നിന്ന് തുരുതുരാ വിളികളാ. എനിക്കാണെങ്കിൽ എന്റെ അടുത്ത് മാത്രം കൺസൾട്ട് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ പേഷ്യൻസ് ഉണ്ട്. അമ്മേ, പിന്നെ ഞങ്ങൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും പരസ്പരം മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. തുറന്ന് സംസാരിക്കാനും ഇടപഴകാനും പ്രൈവസി വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാമാട്ടി ഒപ്പം തന്നെ ഉള്ളപ്പോ അതിന് കഴിയും തോന്നുന്നില്ല. മാമാട്ടി കുട്ടിയാ, അവൾക്ക് അറിയില്ലല്ലോ അതൊന്നും. സാന്ദ്രയ്ക്കാണെങ്കിൽ ഒരു നിമിഷം മാമാട്ടിയെ പിരിഞ്ഞിരിക്കാനും കഴിയുന്നില്ല. അമ്മ, ഞാൻ പറഞ്ഞായിട്ട് സാന്ദ്ര അറിയിക്കാതെ കുറച്ചു നാളത്തേക്ക് മാമാട്ടിയെ ഇവിടെ അമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ നന്നായിരിക്കും. അതിന് സാന്ദ്ര അമ്മയൊന്ന് നിർബന്ധിക്കണം. എന്റെ വീട്ടിൽ പോലും എന്നെ മാമാട്ടിയെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുക. അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തായിരുന്നില്ലേ സഞ്ജയ്ക്ക്? സഞ്ജയ് പറഞ്ഞ സാന്ദ്ര സമ്മതിക്കും. കൊള്ളാം. ഒരക്ഷരം പറയാൻ മാമാട്ടി സമ്മതിക്കണ്ടേ? ഞങ്ങളുടെ ഇടയില് മുഴുവൻ സമയവും മാമാട്ടിയുണ്ട്. ഞാനെന്തായാലും അവളോടൊന്ന് സംസാരിക്കാം. മോനിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അങ്ങനെ തന്നെ വേണം. പാവം, എന്റെ ചേട്ടന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇഞ്ചി അടിച്ച കൊരങ്ങനെ പോലെ. ഒരുപാട് മോഹിച്ച് ഒരുപാട് കാത്തിരുന്ന മുഹൂർത്തം, ഫസ്റ്റ് നൈറ്റ്, അതാ കുളമായത്. എന്റെ പ്രാർത്ഥന അതിനൊക്കെ കാരണം. അതൊന്നുമല്ല, ആ മാമാട്ടിയ ഫസ്റ്റ് നൈറ്റ് ഭീകര രാത്രിയാക്കിയത്. അത് അവരുടെ കൂടെ ഉള്ള കാലം എന്റെ ഏട്ടൻ ഒരു ഫസ്റ്റ് നൈറ്റ് ഉണ്ടാകില്ലെന്നുള്ളത് ഉറപ്പാ. ആ കുട്ടി ഒരു കൊച്ചു കാന്താരിയാ. ഒരു മുറിയിൽ ഒരുമിച്ചുറങ്ങാൻ പോലും അവസരം കൊടുക്കാത്ത ഒരു കുട്ടിപ്പിശാജ്. ചേട്ടൻ കൊതിച്ചു പനിച്ച് ഒരുവിധം മറ്റൊരു മുറിയിൽ നേരം വെളുപ്പിച്ചു. നീ നോക്കിക്കോ, സാന്ദ്രയുടെ പുന്നാര മോള് ആ മാമാട്ടി. അവള് മാത്രം മതി എന്റെ ഏട്ടനെയും സാന്ദ്രയും വേർതിരിപ്പിക്കാൻ. വേണം. 1-2 ദിവസം കൂടി ആ കുട്ടിത്തേവാങ്ങിനെ എന്റെ ഏട്ടൻ സഹിക്കും.
പിന്നെ വെറുതെ ഇരിക്കില്ല. അതിനെ കൊണ്ടുപോയി വല്ലയിടത്തും തള്ളാൻ ഏട്ടൻ തന്നെ സബ് കളക്ടർക്ക് ഉത്തരവിടും. സാന്ദ്രയുണ്ടോ സമ്മതിക്കുന്നു. ഒടുവിൽ മാമാട്ടിയെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ സാന്ദ്രയും ഏട്ടനും തമ്മിൽ മുട്ടനടി. അത് കൊള്ളാം. എന്തു പറ്റും? സാന്ദ്ര അതിനെയും കൊണ്ട് ഏട്ടനോട് സലാം പറഞ്ഞ് ഇറങ്ങിപ്പോവും. പോണം. പോയ ഞാൻ വരും, വിളിക്കും. വിവാഹം ചെയ്തെങ്കിലും വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് സഞ്ജയ് വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അത് തന്നെയാ എന്റെ ആഗ്രഹം. അച്ഛനും അമ്മയും കൂടി അത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം ഒരുക്കാൻ ഞാൻ എനിക്കാവുന്നത് ആ സാന്ദ്രക്കെതിരെയും മാമാട്ടിക്കെതിരെയും ചെയ്തിരിക്കും. എനിക്കറിയാം, സഞ്ജയ് എന്റെ അടുത്തേക്ക് തന്നെ വരും.